ജലഗതാഗത വകുപ്പിനായി നിർമ്മിച്ച സൗരോർജ്ജ ബോട്ട് ആദിത്യ പ്രവർത്തന സജ്ജമായി. 20 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഈ ബോട്ടിൽ 75 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നോവാൾട്ട് ഫ്രഞ്ച് സഹകരണത്തോടെയാണ് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സാധാരണ ഡീസൽ ബോട്ടുകളിൽ നിന്നുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. 70-ലേറെ പേർക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. മത്സ്യബന്ധനത്തിനും വിനോദയാത്രകൾക്കുമായി സൗരോർജ്ജ ബോട്ടുകൾ പരീക്ഷണാർത്ഥം നിർമ്മിച്ചിരുന്ന നേവൽ ഷിപ്പ് ഡിസൈനർ സന്ദിതാണ് ഈ ഉദ്യമത്തിനു പിന്നിൽ. ഒരു പുതിയ കാര്യം, സോളാർ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഏതൊരു കാര്യത്തിലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇന്ത്യയിൽ ആരും ഈ കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ കണക്കാക്കുന്നില്ല. അപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യയിൽ ആരും അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ പ്യുവർ നമ്പേഴ്സാണ്. ഞാൻ ഇത്ര കാശ് ചിലവാക്കിയാൽ തിരിച്ചു കിട്ടണം. അത് ഈ പറഞ്ഞ പ്ലഷർ ബോട്ടിന് സോളാർ ചെയ്യുന്നതിൽ അത്ര വലിയ ഗുണകരമല്ല, ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വേറെയും പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫിഷിംഗ് സെക്ടറിൽ ചെയ്തു, ഫിഷിംഗ് ബോട്ട്സ് സോളാർ ആക്കാൻ പറ്റുമോ എന്നൊക്കെ. അതിലും ചില ലിമിറ്റേഷൻസ്, പരിമിതികളൊക്കെ മനസ്സിലാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സോളാർ ഫെറി ട്രാൻസ്പോർട്ടേഷൻ ബോട്ടിലേക്ക് എത്തുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായ സാഹചര്യത്തിലാണ് അതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഒരു ഫ്രഞ്ച് കമ്പനിയായ ഓൾട്ടനും വേറൊരു ഫ്രഞ്ച് കമ്പനിയായ ഈവ് എന്ന് പറഞ്ഞ 2 കമ്പനികളായിട്ട് ചേർന്നിട്ട്, അപ്പോൾ നമുക്ക് ചില നോളേജ് ഇല്ല, ടെക്നോളജി ഇല്ലായിരുന്നു, ഇന്ത്യയിൽ ആർക്കും ഇല്ലായിരുന്നു ആ സ്പെസിഫിക് ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യാമെന്ന് വിചാരിച്ചു. 2 മോട്ടോറുകളാണ് ബോട്ടിലുള്ളത്. നിലവിലുള്ള പ്രവർത്തനശേഷി ആവശ്യമെങ്കിൽ കൂട്ടുന്നതിനും മാർഗമുണ്ട്. 2 ഇൻഡിപെൻഡന്റ് മോട്ടോഴ്സാണ്. ഈ 2 മോട്ടോഴ്സും നമുക്ക് സെപ്പറേറ്റ്ലി കൺട്രോൾ ചെയ്യാം. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ഇൻ കേസ് ഇപ്പോൾ ഒരു മോട്ടോർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ മോട്ടോർ കൊണ്ട് ഈ വെസല് മൂവ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ വാർണിംഗ് ലെവലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേജ് ഓഫ് വാർണിംഗ് ലെവലാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഈ സ്ട്രാങ്കിന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ദർ ഈസ് സം ഇഷ്യൂ. അതിനുശേഷം N2 N3 തേർഡ് ലെവലാണ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവുള്ളൂ. അപ്പോൾ N3 ലെവലിൽ മാത്രമാണ് നമ്മുടെ മോട്ടോർ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ട് നമുക്ക് ആ മോട്ടറിൽ നിന്ന് ത്രസ്റ്റ് കിട്ടാതിരിക്കുള്ളൂ. അപ്പോഴും ബേസിക്കലി നമുക്ക് അനദർ മോട്ടോർ വെച്ച് നമുക്ക് വെസലിൽ പ്രൊപ്പൽഷൻ ചെയ്യാവുന്നതാണ്. ബോട്ടിന്റെ മേൽക്കൂരയിൽ 20 കിലോ വാട്ടിന്റെ സോളാർ പാനലുകളുണ്ട്. വൈദ്യുതി ശേഖരിക്കുന്നതിനായി പ്രത്യേക ബാറ്ററിയുണ്ട്. മഴക്കാലത്ത് സൂര്യപ്രകാശം കുറയുമ്പോൾ ബോട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. ഒരു ഇലക്ട്രിക് മോട്ടോറിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡീസൽ അല്ലെങ്കിൽ ഫ്യൂവൽ ഓപ്പറേറ്റഡ് മോട്ടോഴ്സിനേക്കാളും എൻജിൻസിനേക്കാളും വളരെ മെയിൻ്റനൻസ് കുറവായിരിക്കും. പിന്നെ ഈ സോളാർ ബോട്ടിന് മെയിനായിട്ട് വരുന്ന മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സോളാർ പാനൽസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, ഒരു പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് സോളാർ ബോട്ടിൽ ആകെ വരുന്ന മെയിൻ്റനൻസ് പാർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 20 വർഷമാണ് ഇതിൻ്റെ ലൈഫ് വരുന്നത്. അപ്പം ഈ ബോട്ട് ബ്രേക്ക് ഈവൺ ആവാൻ ഒരു 2 വർഷം കൊണ്ട് ബ്രേക്ക് ഈവൺ ആവും. ബാക്കിയുള്ള 18 വർഷം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൊത്തം സേവിങ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കൃത്യമായി ബോട്ടിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ജലഗതാഗത വകുപ്പിന്റെ കീഴിൽ വൈക്കം തവണക്കടവിലാണ് ആദിത്യ യാത്ര തുടങ്ങിയത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫെയർ ഓൾറെഡി വെരി സബ്സ്റ്റേജ് ആണ്. ഞാൻ വൈക്കം തവണക്കടവ് എനിക്ക് തോന്നുന്നു 4 രൂപ ക്രോസ് ചെയ്യുന്നത്. ഇവര് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ശരിക്കും ഈ സോളാറിൽ വരുമ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈ ഗ്രിഡിൽ നിന്ന് എടുക്കുന്ന കോസ്റ്റ് ദിവസം 40 യൂണിറ്റ്, കമേഴ്ഷ്യൽ റേറ്റ് എടുത്താൽ 400 രൂപ പെർ ഡേ. കമ്പയർ ടു ഒരു 150 liters ഓഫ് ഡീസൽ വിച്ച് ഇസ് ഒരു 9,000 rupees പെർ ഡേ സാധാരണ ഫെറിയുടെ. രണ്ടാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിഫറൻസ്. ഇത് 75 പാസഞ്ചറിന്റെ ബോട്ടാണ്. അതിന് 100ഉം ചെയ്യാം, 150ഉം ചെയ്യാം. ഇവർ ചൂസ് ചെയ്തത് 75ആണ്. കാരണം നമ്മുടെ ബോട്ട് ഇപ്പോൾ പോവും, ബോട്ട് കയറുന്ന ആളുടെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ് ബോട്ട്. സാധാരണ 20 മീറ്റർ 7 മീറ്റർ സൈസുള്ള ബോട്ടിന് ഒരു 150 പേരെ ഇരുത്താം സ്പേസ് വൈസ്. നമ്മൾ 75 കപ്പാസിറ്റി ബോട്ടിന് ഈ സൈസ് വെക്കുന്ന മെയിൻ കാരണം 20 കിലോ വാട്ട് പാനൽ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ് അകത്ത്. സോ പിന്നെ ഒരു തീരെ സൗണ്ട് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഒരാൾ ബോട്ടിൽ കയറുമ്പോൾ പറയുന്നത്. 2014 ആദിത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയാണ് ആദിത്യയുടെ നിർമ്മാണം.